പഠിപ്പിക്കാൻ പോകുന്ന സിലബസ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിന്റെ അർത്ഥമാണ് കൃത്യമായിട്ട് പറഞ്ഞ പഠിപ്പിക്കുന്ന സിലബസ് ഞങ്ങൾക്കറിയാമെന്നോ ഞങ്ങൾ മാരാർജി ഭവനിൽ ഇരുന്നിട്ട് സിലബസ് നിർമ്മിക്കുന്നു എന്നോ അല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഞാൻ പറയാം. അത് മാധു അതിനെ വ്യാഖ്യാനിക്കേണ്ട, ഞാൻ അതിന്റെ അർത്ഥം പറയാം. അല്ല കഴിഞ്ഞില്ല പിന്നെ മാധുവിന്റെ വ്യാഖ്യാനം ഞാൻ കേൾക്കണം. നിങ്ങൾ ഈ കൽക്കണ്ടം പൊതിഞ്ഞ് പഞ്ചസാര പൊതിഞ്ഞ് കരിമ്പിൽ മുക്കി ഇത് അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഇന്ന് നിങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്റെ വായിൽ കൂടി പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സംഘപരിവാറിന്റെ ചരിത്രമാണ്. മാധു, അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നിനും പൊതിഞ്ഞ് അങ്ങോട്ട് അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പച്ചയ്ക്ക് പറയുന്ന സംശയിക്കുന്നു. ഈ രാജ്യത്തിന്റെ ചരിത്രം മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങൾ പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ചരിത്രം മാത്രമൊന്നും അല്ലല്ലോ. ഈ രാജ്യത്ത് ഞാനൊരു ഉദാഹരണം മാത്രം പറയും. ഇപ്പൊ ചോളവംശത്തെ കുറിച്ച് നമ്മുടെ പുസ്തകങ്ങളിൽ എത്രമാത്രം പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഏകദേശം 1500 കൊല്ലത്തോളം ഈ രാജ്യത്ത് ഈ നമ്മുടെ ഇന്ത്യ അടക്കം ഇന്ത്യ, ഇപ്പോഴത്തെ ശ്രീലങ്ക, അതോടൊപ്പം തന്നെ മാലിദ്വീപ്, അത്ര വിശാലമായിട്ടുള്ള ഒരു സാമ്രാജ്യം ഉണ്ടാവുകയും ചെയ്ത് രാജരാജ ചോളനെ കുറിച്ച് നമ്മൾ പാട്ടുകളിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ 50 വർഷം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാർ നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ചരിത്രത്തെ കുറിച്ചിട്ടോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യഥാർത്ഥ ചരിത്രം നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ പഠിക്കണം എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും തീരുമാനം നടപ്പിലാക്കുമെന്ന് നിങ്ങൾ NEP-യിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് പറയുക. അതിനകത്ത് ഉള്ളിലിരിപ്പല്ല മാധു, അതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിന് അത്യന്താപേക്ഷിതമാണ്. ഈ രാജ്യത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. ചില കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത് അവർ പറയുന്ന രീതിയിൽ സിലബസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ അന്നാലോചിക്കുക, എത്ര ബാലിശമായ വാദമാണ്. ഞങ്ങൾ പറയുന്ന രീതിയിൽ ഇവിടെ സിലബസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇവിടെ AKG ചരിത്രം പഠിക്കുന്നില്ല, EMS ചെയറില്ല ക്യാമ്പസുകളിൽ. ഞങ്ങൾ തിരിച്ചു നോക്കി എന്തിനാണ് AKG ചരിത്രം പഠിക്കുന്നത്, EMS ചെയർ എന്തിനാണെന്ന് ചോദിച്ചാലോ. അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിന് കുഴപ്പമില്ല, മറുവശത്ത് ഞങ്ങൾ പറയുന്നതിനാണ് കുഴപ്പം എന്നുള്ള വാദം ശരിയല്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. നിങ്ങൾ പറയുന്നത് പാഠപുസ്തകത്തിൽ ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിക്കേണ്ടി വരും, പാഠപുസ്തകത്തിൽ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായി പറയേണ്ട ഒരു കാര്യമല്ല. അത് നോക്കൂ, ഈ NCERT എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചരണ ആയുധമല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് അത്ര ആത്മവിശ്വാസത്തോടുകൂടി NCERT ഇനി പഠിപ്പിക്കാൻ പോകുന്നത് ഇതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? മാധു, സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ ചരിത്ര പുരുഷന്മാരെ കുറിച്ചിട്ട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് പഠിക്കും. അതിലൊരാൾ തന്നെയാണ് ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ആൾ. മനസ്സിലായി എന്ന് പറഞ്ഞതെന്നാണ്. ഈ രണ്ട് പേരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് എങ്ങനെയാണ് സിലബസ് ഇതായിരിക്കും നിങ്ങൾ ഒപ്പുവെച്ച് കൊടുത്തതാണോ ഈ സിലബസ്? അവിടെയാണ് മാധു ആ രീതിയിൽ അതിനെ കാണേണ്ട ആവശ്യം. ഞാൻ ഏത് രീതിയിൽ കാണണമെന്ന് ഞാൻ എനിക്ക് മാരാർജി ഭവനെ ചോദിക്കാൻ പറ്റും. പിന്നെ ഞാൻ എന്റെ അഭിപ്രായം ഞാൻ അങ്ങനെ പറഞ്ഞു. അഭിപ്രായം പറയാം, പക്ഷെ അഭിപ്രായത്തെ പറഞ്ഞല്ലോ. പറയുന്നത് എന്താണെന്നല്ല, പറഞ്ഞതിനു ശേഷമാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി പഠിപ്പിക്കാൻ പോകുന്ന സിലബസ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിന്റെ അർത്ഥമാണ് കൃത്യമായിട്ട് പറഞ്ഞ പഠിപ്പിക്കുന്ന സിലബസ് ഞങ്ങൾക്കറിയാമെന്നോ ഞങ്ങൾ മാരാർജി ഭവനിൽ ഇരുന്നിട്ട് സിലബസ് നിർമ്മിക്കുന്നു എന്നോ അല്ല അതിന്റെ അർത്ഥം. പക്ഷെ പഠിപ്പിക്കും എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ പറയാം. അത് മാധു അതിനെ വ്യാഖ്യാനിക്കേണ്ട, ഞാൻ അതിന്റെ അർത്ഥം പറയാം. നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചോളൂ. അല്ല കഴിഞ്ഞില്ല പിന്നെ മാധുവിന്റെ വ്യാഖ്യാനം ഞാൻ കേൾക്കണം. ഒന്നൊരു പാർട്ടിക്ക് ഒരു നിലപാട് വേണം. ഇപ്പൊ ഇവിടെ ഇടതുപക്ഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവര് ഈ NEP കൊണ്ടുവന്ന സമയത്ത് PM ശ്രീ കൊണ്ടുവന്ന സമയത്ത് തന്നെ നഖശികാന്തം എതിർത്തു. ഇപ്പൊ നേരെ ഉൾട്ടയടിച്ചിട്ട് ഇപ്പൊ പറയണതാ ഇതിനെ അനുഭവിച്ചു. ഒരു പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. ഞങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾക്ക് 2 MP ഈ രാജ്യത്തുള്ളപ്പോഴത്തേക്ക് ജഹാ ഹുയി ബലിദാൻ മുഖർജി വോ കശ്മീർ ഹമാരാ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാനം നടന്നത് ആ കാശ്മീർ ഞങ്ങളുടെയാണെന്ന് ഞങ്ങൾക്ക് 2 MP ഞങ്ങൾ പറയുന്നതാ. ഞങ്ങൾക്ക് 303 MP ഉണ്ടായ സമയത്ത് ഞങ്ങൾ കാശ്മീരിന് പ്രത്യേക പദവി എടുത്ത് കളഞ്ഞു. അവിടെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ട് കാശ്മീരിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. ഇവിടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ, ഞങ്ങൾ സ്വദേശി ജാഗരൺ മഞ്ച് എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ പതിറ്റാണ്ടുകൾ പിന്നോട്ടുണ്ട്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇപ്പൊ നോക്കൂ, ഞങ്ങൾക്ക് സർക്കാരിനെ കിട്ടി. തദ്ദേശീയമായിട്ട് നമ്മൾ ഇവിടെ ആയുധങ്ങൾ വരെ വികസിപ്പിച്ചു കഴിഞ്ഞു. അഗ്നി അടക്കം, തൃശ്ശൂരടക്കം എല്ലാ ആയുധങ്ങളും തന്നെ വികസിപ്പിച്ച് നമ്മൾ കഴിഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും, അയോധ്യ ക്ഷേത്രം, ഞങ്ങൾക്ക് 2 MP ഉള്ളപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അത് ഞങ്ങൾക്ക് അധികാരം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് ശേഷം ഞങ്ങൾ നിർമ്മിച്ചു. ഒരു പ്രസ്ഥാനത്തിന് ഒരു നിലപാടുണ്ടാവണം.
അതാണ് ദാറ്റ്. നിങ്ങൾ പഠിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും കേരളത്തിൽ അത് നടക്കാത്ത ആഗ്രഹമായിരിക്കും. ഇപ്പോൾ PM ഉഷ പദ്ധതി നിങ്ങൾ പ്രഖ്യാപിച്ച നിലയ്ക്ക് ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ചെറുക്കാൻ കഴിയുന്ന, സംസ്ഥാനത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ചെറുത്ത ചരിത്രമുള്ള, അതിൽ വിശ്വാസമുള്ള ഒരു സർക്കാരിന്റെ പ്രതിനിധിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത് നടക്കാത്ത ആഗ്രഹമായിരിക്കും എന്ന്. മാധു, സംസ്ഥാനത്തെ ജനങ്ങൾ മൊത്തം അങ്ങോട്ട് പറയണ്ട, ഇത് ഇടതുപക്ഷത്തിന് താല്പര്യമില്ല എന്നങ്ങോട്ട് പറയും, അത് മാത്രമേ ഉള്ളൂ. B.D. Kalla, State Education Minister, said the selection of so many schools reflected the Gehlot government's success in improving school education. അതായത് BJP സർക്കാർ നടപ്പാക്കിയ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് B.D. Kalla എന്ന് പറയുന്നത് കോൺഗ്രസ് രാജസ്ഥാൻ ഭരിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം പറയാണ് ഗെഹ്ലോട്ട് ഗവൺമെന്റിന്റെ സക്സസ് ഇൻ ഇംപ്രൂവിംഗ് സ്കൂൾ എഡ്യൂക്കേഷൻ. അതായത് BJP സർക്കാർ നടത്തിയ പദ്ധതി അത് രാജസ്ഥാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അവരുടെ കോൺഗ്രസ് സർക്കാരിന്റെ വിദ്യാഭ്യാസത്തോടുള്ള അതിന്റെ വിജയമാണ് കാണിക്കുന്നത്. അത് തന്നെയാണ് ഇവരും പറയുന്നത്, ഇടതുപക്ഷവും പറയുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. അപ്പോൾ ജൻധന്റെ അക്കൗണ്ട് വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആയുഷ്മാൻ ഭാരത് വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായിരുന്നു പറഞ്ഞു? ഇതൊക്കെ ഇവർ മുമ്പും പറയും, എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. അതിനകത്തൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ PM ശ്രീ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ സിലബസിലും വരേണ്ടി വരും, മുഴുവൻ സംവിധാനങ്ങളിലും വരേണ്ടി വരും. ഇവിടെ എനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്, ഈ ഇരു കൂട്ടർ, ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ LDF ആയിക്കോട്ടെ, ഇരു കൂട്ടരും പറയുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദം എന്ന്. അത് പറയുമ്പോൾ തന്നെ രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് സർക്കാരിന് അങ്ങനെ ഒരു ന്യായമുണ്ടോ? ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇരുന്നിട്ട് പറയും സമ്മർദ്ദം എന്ന് പറയും, പക്ഷെ അവരവിടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ പേര് ഞാൻ ചോദിച്ചത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ കാര്യമല്ല. അല്ല, അതെങ്ങനെയാണ് ആരോഗ്യ വകുപ്പിലെ ഒരു പദ്ധതി, വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു പദ്ധതി, അങ്ങനെയാണ് പിന്നെ ഒരൊറ്റ പദ്ധതി പ്രഖ്യാപിച്ചാൽ പോരെ? ഇതെല്ലാം കൂടി ഓരോന്നായിട്ട് പറയണം. ഞാൻ പറയുന്നതിന് മാധു വളരെ എന്താ പറയുക, ഞാൻ ഒരു പദ്ധതിയുടെ കാര്യം, അതിലെ ഏത് നോംസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് ആധികാരികമായി പഠിപ്പിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ കാര്യമാണ് പറയുന്നത്. കൊള്ളാം, നന്നായി. ഇതുപോലൊരു മണ്ടത്തരം ഇനി ലോകത്തൊരുത്തനും പറ്റാനില്ല. പലിശക്കാരന്റെ കയ്യിൽ നിന്ന് തല ഊരി പോലീസുകാരന്റെ കക്ഷത്തിൽ കൊണ്ടുപോയി വച്ചു. ഇനി അതിൽ നിന്ന് ഊരിയെടുക്കാൻ നീ കുറെ വെള്ളം കുടിക്കും. നൗഷാദ് സാറേ, യുവമാരാണ്. നൗഷാദ് പെട്ടുപോയതാ സാറേ. ആരാടേ നൗഷാദ്? ഞാൻ. എന്നാ പിന്നെ ഞാനിന്നങ്ങ് പറഞ്ഞാ പോരാടാ. ശീലിച്ചു പോയി സാറേ. സോറി ചേട്ടാ, എനിക്ക് എപ്പോഴും ഈ അബദ്ധം പറ്റാറുണ്ട്. പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി. ഞാൻ പറഞ്ഞു വന്നതും ശ്യാം പറഞ്ഞു വന്നതും അതല്ല. ഞാൻ പറഞ്ഞു വന്നതും ശ്യാം പറഞ്ഞു വന്നതും PM ശ്രീ ആധികാരികമായി പറയുകയാണ്. ആധികാരികമായി ശ്യാംരാജ് പറയുകയാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ ആ സിലബസ് പഠിക്കേണ്ടി വരുമെന്ന്. അതിന്റെ നോംസ് ഏതാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ കാര്യമല്ല. ആദ്യം പറഞ്ഞത് എനിക്ക് ഉത്തരം ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. ആദ്യം പറഞ്ഞത് അതിന്റെ നോംസ് വായിക്കുകയാണ് ചെയ്തത്. ആ നോംസ് പ്രകാരം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാനം പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ഒരു ഹെഡ് ഗവർണറെ പഠിപ്പിക്കില്ല, നിങ്ങൾ ഒരു വീഡിയോ സമർപ്പണത്തെ പഠിപ്പിക്കില്ല. അങ്ങനെയല്ല അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്തെന്നും അത് ഈ പറയുന്നല്ലോ. ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ പേര് മാറ്റേണ്ടി വന്നത് ഇവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്താ പറഞ്ഞത്? വീണ ജോർജ് എന്താ പറഞ്ഞത്? പറ്റില്ല എന്ന് പറയണം. അതുകൂടി ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയണം. ഇത് സർക്കാരല്ലേ? അല്ലല്ല, ഇവിടെ സർക്കാരല്ലേ മാധു? ഉളുപ്പില്ലാതെ പറഞ്ഞ ഞങ്ങളല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾ ഏത് നാട്ടുകാര്? നാട്ടുകാരുടെ മൊത്തം നിങ്ങൾ എടുക്കണ്ട. നാട്ടുകാരുടെ നിങ്ങൾ പഠിപ്പിക്കില്ല. നിങ്ങൾക്ക് അത് സാധ്യമാകുമെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് നിങ്ങൾ ആരോഗ്യമന്ത്രിയുണ്ടല്ലോ, അതുപോലെ മന്ദിരം പണിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമായതുപോലെ ഇതിന് സാധ്യമാവുകയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെ പഠിപ്പിച്ചേക്കും. അല്ലാതെ സംസ്ഥാന സർക്കാർ വേണ്ട എന്ന് വിചാരിച്ചാൽ ശ്യാംരാജെ നിങ്ങൾ പഠിപ്പിക്കില്ല. നീയാണല്ലോ കോടതി. ആണെന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് അധികാരത്തിന്റെ ഹുങ്കും നിങ്ങൾക്ക് തിണ്ണമിടുക്കുണ്ടെങ്കിൽ അധികാര ദുർവിനിയോഗത്തിന് നിങ്ങൾക്ക് ജനാധിപത്യത്തെ അതിനനുസരിച്ച് തിണ്ണമിടുക്ക് കാണിക്കാൻ കഴിയുമെങ്കിൽ അതിന് ഉറപ്പില്ലെങ്കിൽ ജനങ്ങളോട് അതിനുള്ള ബാധ്യതയില്ലെങ്കിൽ ശ്യാംരാജ് പക്ഷേ ഈ നോംസ് നടക്കില്ല. കലിപ്പ് തീരണില്ലല്ലേ? ഈ നോംസ് വെച്ച് നടക്കില്ല എന്ന് പറഞ്ഞത്. ഈ നോംസ് വെച്ച് നടക്കില്ല എന്ന് പറഞ്ഞത്. പറ്റുന്ന നോംസിനെ പറ്റുമെങ്കിൽ വായിച്ചു കേൾപ്പിക്കുക. എന്റെ ഉള്ളിൽ കിടക്കുന്ന ആരാണെന്ന് ശ്യാംരാജ് അളക്കണ്ട. കേട്ടോ, പറ്റുമെങ്കിൽ വായിച്ചു ശ്യാംരാജെ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. പറ്റുമെങ്കിൽ വായിച്ചു
കഷ്ടം. പറ്റുമെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. വെല്ലുവിളിക്കുന്നു. അത് പറ്റുമെങ്കിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. വായിച്ച് കേൾപ്പിച്ചു തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു തവണ വായിച്ച് കേൾപ്പിച്ചല്ലോ. ഒരു തവണ വായിച്ച് കേൾപ്പിച്ചല്ലോ. ഒരു തവണ വായിച്ച് കേൾപ്പിച്ചല്ലോ. അതല്ല, ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.